ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വെൽക്കം ടു കുട്ടി ഗോസ്പൽ. നിങ്ങൾക്കറിയാവുന്ന ടെന്നീസ് ഇതിഹാസങ്ങളാണ് സെറീന വില്യംസ്, വീനസ് വില്യംസ്. ഈ രണ്ടുപേരുടെയും മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇവരെ അങ്ങോട്ട് കൊണ്ടുവന്ന ആളെന്ന് പറഞ്ഞാൽ അവരുടെ അപ്പം തന്നെയാണ് വില്യംസ്. ഇവരെക്കുറിച്ചുള്ളൊരു സിനിമയുണ്ട്, കിങ് റിച്ചാർഡ്സ് എന്നാണ് എൻ്റെ പേര്. അവർക്ക് അഞ്ച് മക്കളാണ് വില്യംസിന്. അല്ല, ഏറ്റവും ഇളയ 2 കുട്ടികളാണ് വീനസും സെറീനയും. ഇയാൾ ഒരു സെക്യൂരിറ്റി ഗാർഡാണ്. ഇയാളുടെ വൈഫ് എന്ന് പറയുന്നൊരു നേഴ്സാണ്. ഇവർക്ക് കിട്ടുന്ന വളരെ തുച്ഛമായ പൈസ ഇവർ മുഴുവൻ പൂൾ ചെയ്യുന്നത് ഈ ഏറ്റവും ഇളയ 2 കുട്ടികളെ ടെന്നീസ് പഠിപ്പിക്കാനാണ്. ഇയാൾക്കൊരു കോച്ചിനെയൊക്കെ വെച്ച് പഠിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ മനുഷ്യൻ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് ടെന്നീസിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇയാൾ തന്നെയാണ് 2 മക്കളെയും ട്രെയിൻ ചെയ്തത്. പിന്നെ ഒരു കാലം കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി ഇയാൾ ട്രെയിൻ ചെയ്തിട്ട് കാര്യമില്ല, ഇവർക്ക് പ്രൊഫഷണലായിട്ടുള്ള കോച്ചിന് വേണം. അങ്ങനെ കോച്ചിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു. ഒരാൾ ഇവരുടെ കളി കണ്ടിട്ട് കോച്ചിങ് ചെയ്യാൻ വേണ്ടി തയ്യാറാവാണ്. അപ്പോൾ പറഞ്ഞു 2 പേരെ പഠിപ്പിക്കാൻ പറ്റില്ല, ഒരാളെ പഠിപ്പിക്കാം. അങ്ങനെയാണ് മൂത്ത ആളായ വീനസിനെ പഠിപ്പിച്ചു തുടങ്ങുന്നത്. അങ്ങനെ വീനസിന് ട്രെയിനിങ് കൊടുക്കുന്നു. വീനസ് ജൂനിയർ ടൈറ്റിൽസൊക്കെ വൺ ചെയ്യാണ്. അവർ ആ രാജ്യം മുഴുവൻ ഓടി നടന്നിങ്ങനെ എല്ലാ മത്സരങ്ങളിലും ഇവളിങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ നേടിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഭയങ്കര കരുത്തുള്ള ബോഡിയാണ് ഇവളുടേത്, ഭയങ്കര സ്റ്റാമിനയാണ്. അപ്പോൾ ഇവളുടെ ഷോട്ടുകളൊക്കെ താങ്ങാൻ മറ്റു കുട്ടികൾക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗെയിം തീർത്ത് എല്ലാം ഇങ്ങനെ ജയിച്ചു വരാണ്. ഇവൾക്ക് 14 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇവൾക്ക് ഇനി ഇവളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഇനി സീനിയേഴ്സിൽ കളിക്കാൻ പോകണം, വലിയ ടൂർണമെൻറ്റ് കളിക്കാൻ പോകണം. അപ്പം പറയും വെയിറ്റ്, അതിന് സമയം കിട്ടില്ല, നീ ഇനി കുറച്ച് കാലത്തേക്ക് മത്സരങ്ങളൊന്നും പങ്കെടുക്കണ്ട, നീ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറയണം. അങ്ങനെ അവൾ 1-2 വർഷം ഇതിനു വേണ്ടി ഫുൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. കോച്ചടക്കം ഭയങ്കര സാറ്റിസ്ഫൈഡായി. പക്ഷെ അപ്പൻ സാറ്റിസ്ഫൈഡ് അല്ല. ഇവള് പറയണ്ട, അപ്പം ഞാൻ റെഡിയാണ്, ഞാൻ എക്യുപ്ഡാണ്, എനിക്ക് ഇനി സീനിയേഴ്സിൽ കളിക്കാൻ പോകണം, ഉറപ്പാണ് എനിക്ക് ടൈറ്റിൽ കിട്ടും എന്നൊക്കെ. അപ്പം പറയില്ല, ആയിട്ടില്ല. അപ്പം ഇങ്ങനെ മാറ്റി വയ്ക്കും. കോച്ചും വന്നൊരു ദിവസം ഇയാളോട് പറയാണ്, എടാ നീ ഇങ്ങനെ മകളുടെ ഭാവി കളയല്ലേ, അവളെ എങ്ങനെയെങ്കിലും ടൂർണമെൻറ്റിൽ ഇറക്കുമെന്ന് പറയുമ്പോൾ അപ്പം പറയില്ല, സമയമായിട്ടില്ല. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ ഇതിൻ്റെ പേരിൽ തർക്കം ഉണ്ടായിട്ട് വീനസ് ബാറ്റൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇവളിങ്ങനെ കോർട്ടിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ അപ്പൻ അവളുടെ പുറകെ ചെല്ലുമ്പോൾ ഇവൾ കോർട്ടിലിങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൻ അവളെ അടുത്തുനിന്നിരുന്നിട്ട് അപ്പൻ അവളോട് പറയുന്നൊരു കാര്യമുണ്ട്, മോളെ, നിൻ്റെ ഭാവിയെക്കുറിച്ച് നിന്നേക്കാൾ കൂടുതൽ എനിക്ക് ഉത്കണ്ഠയുണ്ട്, ആകുലതയുണ്ട്. എൻ്റെ കുഞ്ഞുനാളൊരു സംഭവം ഞാൻ പറയാം. ഒരു ദിവസം എൻ്റെ അപ്പൻ എൻ്റെ അടുത്ത് കുറച്ച് പൈസ തന്നിട്ട് റോഡിനപ്പുറം ഒരു വെളുത്ത വർക്കുകാരൻ നിൽപ്പുണ്ട്, വൈറ്റ്. അയാളുടെ അടുത്ത് കൊണ്ടുപോയി കാശ് കൊടുക്കാൻ പറഞ്ഞു. ആ സമയത്ത് ആ കാലഘട്ടത്തിൽ കറുത്ത വർഗ്ഗക്കാർ വെളുത്ത ആൾക്കാർ തൊടാൻ പോലും പാടില്ല എന്നുള്ള, സംസാരിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, അങ്ങനെ ഒരു നിയമമൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്കതൊന്നും അറിയത്തില്ല. അപ്പം പറഞ്ഞപ്പോൾ ഞാൻ റോഡ് ക്രോസ് ചെയ്ത് ഇയാളുടെ കയ്യിൽ ആ പണം കൊടുത്തപ്പോൾ അറിയാതെ അയാളുടെ കയ്യിൽ എൻ്റെ കൈ ടച്ച് ചെയ്തു. ഉടനെ അയാൾ ദേഷ്യപ്പെട്ട് എന്നെ തല്ലി. അവിടെ കൂടിയിരുന്ന എല്ലാ വൈറ്റ് പീപ്പിളും കൂടി എന്നെ ഇങ്ങനെ ചവിട്ടുമ്പോൾ ഞാൻ നോക്കുന്നത് എൻ്റെ അപ്പൻ എവിടെയെന്നാണ്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ അപ്പൻ അവിടെ ഇല്ല, എൻ്റെ അപ്പൻ ഓടിക്കളഞ്ഞു. എൻ്റെ അപ്പൻ എന്നെ ഇട്ടിച്ച് ഓടിക്കളഞ്ഞു. ഇന്നും എനിക്ക് അത് ഉള്ളിൽ ഭയങ്കര സങ്കടമാണ്. മോളെ, കാലൊന്നും വ്യത്യാസം വന്നിട്ടൊന്നുമില്ല. ഇന്നും നമ്മൾ കറുത്ത വർഗ്ഗക്കാർ ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, മാറ്റി നിർത്തപ്പെടുന്നുണ്ട്, സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നുണ്ട്. എൻ്റെ മോള് തോറ്റുപോയാൽ അവിടെ തോറ്റുപോകുന്നത് ഞാനടക്കം, നമ്മൾ കറുത്ത വർഗ്ഗക്കാർ മുഴുവനാണ്. അതുകൊണ്ട് നിന്നെ ആരെങ്കിലും അടിച്ചിടുമ്പോൾ, നീ തോക്കുമ്പോൾ അവിടെ നിന്നെ സപ്പോർട്ട് ചെയ്ത് ഓടിക്കളയുന്നൊരു അപ്പനാവാൻ ഞാനില്ല. അതുകൊണ്ട് എന്താ വേണ്ടത്? നീ ഫുള്ളി എക്യുപ്ഡ് ആവണം. നീ എല്ലാവരും തോൽപ്പിക്കാനുള്ള കരുത്ത് നേടണം. അതുകൊണ്ട് ഇത് മതിയെന്ന് നിങ്ങൾ കരുതരുത്. നിനക്കിത് പോരാ, ഇനിയും നീ ട്രെയിൻ ചെയ്യണം, നീ പെർഫെക്ഷനിലേക്ക് വരണം. അപ്പം കണ്ണു നിറഞ്ഞത് പറയുന്നത് അവൾക്കത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അവൾ കംപ്ലീറ്റ് അവളുടെ ഫുൾ ഫോക്കസ് ഈ ട്രെയിനിങ് കൊടുക്കുകയാണ്. പിന്നെ അവൾ പങ്കെടുത്ത ആദ്യ മത്സരത്തിൽ അവൾക്ക് ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും റണ്ണറപ്പ് ആയാലും അവളിങ്ങനെ പിന്നീടുള്ള മത്സരങ്ങൾ നമ്മൾ കാണുന്നത് പിന്നെ ചരിത്രമാണ്. എത്രയേറെ കിരീടങ്ങളാണ് വീനസ് സെറീനയൊക്കെ സ്വന്തമാക്കിയിട്ടുള്ളത്. വീനസ് മൊത്തം 21 ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റിൽ പങ്കെടുത്ത് വിന്നറാണ്. പിന്നെ 3 ഒളിമ്പിക് മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അവാർഡുകളും ഒരുപാട് ടൂർണമെൻറ്റ് ട്രോഫീസൊക്കെ ഈ സെറീന വീനസ് വില്യം നേടിയെടുത്ത ചരിത്രം നമുക്കറിയാം. എന്താണ് അവർ പ്രാക്ടീസ് ചെയ്തു, അവർ പെർഫെക്റ്റായി. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ എന്താ പറയണമെന്നറിയാമോ? ഈശോ ഒരാൾ ഗോപുരം പണിത കഥ പറയാണ്.
അയാൾ ഗോപുരം പണിയുന്നതിന് മുമ്പ് ഒരു പ്ലാനിങ് ഉണ്ടായില്ല. അയാളുടെ കയ്യിൽ അതിനുള്ള പൈസ ഉണ്ടോ എന്ന് നോക്കിയില്ല. അയാൾ ഗോപുരം കൂടെ പണി തുടങ്ങി അടിത്തറ കിട്ടി കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായ കയ്യിൽ പൈസയില്ല. അങ്ങനെ പണി പൂർത്തിയാതെ കിടക്കുന്ന ആ ഗോപുരം അതിൻ്റെ അടിത്തറ കണ്ടപ്പോൾ ആൾക്കാരൊക്കെ കൂടി കളിയാക്കി, എന്ത് പൊട്ടനാണ് ഇയാൾ എന്ത് മണ്ടത്തരോടി കാണിച്ചേക്കണേ എന്ന് പറഞ്ഞ് അയാളെ കളിയാക്കുന്നൊരു കാഴ്ചയുടെ കഥയാണ് ഈശോ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ എന്തുണ്ടെന്നോ അയാൾ എത്രമാത്രം എക്യുപ്ഡ് ആണെന്നോ ഒന്നും ചിന്തിക്കാതെ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ചെയ്ത മണ്ടത്തരാണ്. നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ നമ്മൾ ഓർക്കേ നമുക്ക് ഇത്രയും ട്രെയിനിങ് ഒക്കെ മതി, നമുക്കെല്ലാം ആവശ്യത്തിനുണ്ട്, നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെയല്ല. ട്രെയിനിങ്ങും പ്ലാനിങ്ങും നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വേണം. നമ്മുടെ ഈശോയുടെ കാര്യം നോക്കിയേ. 12ാമത്തെ വയസ്സിൽ ഈശോ ജെറുസലേം ദേവാലയത്തിൽ പോയിട്ട് അവിടെ തർക്കിക്കുകയാണ്. അവിടെയുള്ള തിയോളജിൻസായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള വിവേകവും അതിനുള്ള ബുദ്ധിയും അറിവൊക്കെ ഈശോയ്ക്ക് 12ാമത്തെ വയസ്സിലുണ്ട്. ഈശോക്ക് അത് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ടും ഈശോ, നമ്മൾ ഗോസ്പലിൽ വായിക്കുന്നത്, ഈശോ തിരിച്ചു വന്ന് പിന്നെ 30 വയസ്സ് വരെ, എന്നുവെച്ചാൽ 18 വർഷം ഈശോ വീട്ടിൽ തന്നെ നിന്നു. ആൻഡ് വാട്ട് ഹി വാസ് ഡൂയിങ്, ജീസസ് വാസ് എക്യുപ്പിംഗ് ഹിംസെൽഫ്. ഈശോ ഒരുങ്ങായിരുന്നു. എന്തിനു വേണ്ടിയാ? 30 വയസ്സിന് ശേഷം പിന്നീടുള്ള 3 വർഷം പബ്ലിക് മിനിസ്ട്രിക്ക് വേണ്ടി ഈശോ പ്രിപ്പയർ ചെയ്യായിരുന്നു. ഈശോ പെർഫെക്റ്റ് ചെയ്യായിരുന്നു കാര്യങ്ങളെ. ഈശോ നമുക്ക് നൽകുന്ന മാതൃക തന്നെയാണ്. ഈശോ പോലും ടൈം എടുത്തു, ഈശോ പോലും പ്രിപ്പയർ ചെയ്തു, ഈശോ പോലും പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ ഒരുങ്ങി. അതുകൊണ്ട് ജീവിതത്തിൽ സക്സസ്സിന് ഒരൊറ്റ മന്ത്രമേ ഉള്ളൂ മക്കളെ. അതെന്താണെന്നറിയാമോ? പ്രാക്ടീസ്. നമ്മളിങ്ങനെ ആവർത്തിച്ച് ഒരുങ്ങണം. നമുക്ക് കിട്ടിയ അവസരങ്ങൾ നമ്മൾ ഫുള്ളായിട്ട് ഉപയോഗിക്കണം. അപ്പോഴാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ പെർഫെക്റ്റ് ആവുന്നത്. അതുകൊണ്ട് പ്ലാനിങ്ങും അതോടൊപ്പം തന്നെ പ്രാക്ടീസും ലൈഫിൽ നിർബന്ധമായിട്ട് വേണം, പ്രത്യേകിച്ച് പഠിക്കുന്ന പ്രായത്തിൽ. സോ എല്ലാവർക്കും ഹാപ്പി സൺഡേ.